നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, ഡൽഹിയിലും സ്വാഭാവികമായിട്ടും ന്യൂ ഇയർ ആണ്. ഈ തരത്തിൽ സുരക്ഷാ നടപടികൾ അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതയുടെ ഭാഗമായി തന്നെ നിയന്ത്രണങ്ങൾ ഒക്കെ ഉണ്ടോ? ഒപ്പം തന്നെ കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ടോ? ആ തരത്തിൽ ജാഗ്രതയുടെ ഭാഗമായിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തവണ? പ്രത്യേകിച്ച് അനൂപ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്ഫോടനമൊക്കെ നടന്നൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടോ? ഉണ്ട്. കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ 3000 പോലീസുകാരാണ് നഗരത്തിൽ ആകമാനമുള്ളത്. ഇത്തരത്തിൽ ഭീകരാക്രമണ ഭീഷണിയൊന്നുമില്ല. പക്ഷേ മാസങ്ങൾക്ക് മുൻപ് നമ്മളെ രാജ്യത്ത് ഞെട്ടിച്ച ഒരു ഭീകരാക്രമണം നടന്നതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ്. മാത്രവുമല്ല, രാത്രി അധികം വൈകിയ ആളുകൾക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ ഉള്ള പെർമിഷൻ ഇല്ല. 7 മണിക്ക് ശേഷം ഇവിടെ ഒന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പോലീസുകാർ ആളുകളോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും നമ്മളിപ്പോ 3 മലയാളികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇവിടെ ജോലിക്ക് വേണ്ടി എത്തിയ ആൾക്കാരാണ് 2 ആള്. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നേ ഉള്ളൂ. പേരെന്താ? ആദിത്യ. എവിടെ നാട്ടില്? ഞാൻ കണ്ണൂര്. ഇവിടെ എന്താ? ഇവിടെ ഇപ്പൊ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു, ഫൗണ്ടേഴ്സ് മീറ്റിംഗ്. ഇപ്പൊ അത് നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇത്ര ക്രൗഡ് കാണുന്നില്ല. എങ്ങനെയുണ്ട് 2025? എങ്ങനെ? അടിപൊളി. ഇനി തണുപ്പ് എങ്ങനെയുണ്ട്? അത് ഗംഭീര. പേരെന്ന് പറയും. എന്റെ പേര് ഹരി. ഞാൻ ഇവിടെ സിവിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പേരെന്താ? എന്റെ പേര് തോമസ്. തോമസ്. പക്ഷേ 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഡൽഹി? ഡൽഹി നല്ല തണുപ്പാണ്, നല്ല അടിപൊളിയാണ്. 2026 കേരളത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം, അല്ലേ ഡൽഹി തന്നെ നിൽക്കണമെന്നോ? കേരളത്തിലേക്ക് പോകണമെന്നുണ്ട്. ഇടയ്ക്ക് ഇടയ്ക്ക് നാട്ടിൽ പോകണ അങ്ങനെ. ഇവിടെ നല്ലതാണ്, കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. തണുപ്പും എക്സ്പ്ലോർ ചെയ്യണം. നല്ല തണുപ്പാണ്. അപ്പൊ ഇന്നെങ്ങനെയാ ആഘോഷം? ഇവിടെ ഇവിടെ എന്റർപ്രണർഷിപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ കുറച്ച് നാള്, അത് കഴിഞ്ഞ് പിന്നെ ബാക്കി നമ്മുടെ നാട്ടിൽ പോലെ. അപ്പൊ ഇങ്ങനെ മലയാളികളും ആഘോഷത്തിന് വേണ്ടി എത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ നഗരമധ്യത്തിൽ അധികം നേരം നിൽക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അക്ഷയ, തീർച്ചയായിട്ടും നല്ല തണുപ്പാണ്. ആ തണുപ്പ് അവരൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ അത് മനസ്സിലാകുന്നുണ്ട്. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. കേരളത്തിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഡൽഹിയിലെ വിവരങ്ങളൊക്കെ പറഞ്ഞു. 2025 2026 പറ്റി കുറെ പ്രഡിക്ഷനൊക്കെ വരുന്നത്. 2026 വളരെ നാശം മാത്രം സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കുന്ന തരത്തിലുള്ള ചില പ്രഡിക്ഷനൊക്കെ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിൽ പോലും അനൂപിന്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? 2025 എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ പെട്ടെന്ന് കടന്നുപോയൊരു വർഷമാണ്. 2025 അടിപൊളിയായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഞാനൊരു കല്യാണമൊക്കെ കഴിച്ചു 2025. അതുകൊണ്ട് കുറെ ഇവിടെ സന്തോഷം വർദ്ധിച്ചു എന്ന് പറയാം. മാത്രമല്ല ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റി. ബീഹാറിൽ പോയി ഒരുപാട് മനുഷ്യരെ കണ്ട് അവരുടെ ജീവിതം നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ ബൈക്കിൽ സഞ്ചരിച്ച് വോട്ടർ സൈക്കിൾ ഡയറിയിലൂടെ ഒരുപാട് ദിവസം ജനങ്ങളോട് സംസാരിക്കാനും അതൊക്കെ കേരളത്തെ കാണിക്കാനും ഒരുപാട് പേരുടെ ജീവിതത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ആറളത്തെ ജനങ്ങളുടെ വീടിന് മുകളിൽ എഴുതി വെച്ചിരുന്ന ബോർഡ് സർക്കാർ മായ്ച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ഒരു പാവപ്പെട്ട കുടുംബം, അവർക്ക് കക്കൂസിൽ പോകാൻ പോലും സൗകര്യമില്ലാത്ത ഇടത്ത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പാർട്ടിക്കാർ ഇടപെട്ട് സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. അതുമാത്രമല്ല, പത്തനംതിട്ടയിലൊരു ആദിവാസി കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി. ഇങ്ങനെ ഒരുപാട് മാറ്റം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഒരു നേരിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. അതിന്റെ സന്തോഷം ഈ വർഷത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും ആ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് അനൂപ് 2026 കടക്കുന്നത് എന്നുള്ളതാണ്.